1800കളുടെ അവസാനത്തോടെയാണ് റേഡിയോ കണ്ടെത്തുന്നത്. അതായത് മനുഷ്യർ റേഡിയോ സംപ്രേഷണം ആരംഭിച്ചിട്ട് ഏകദേശം 125 വർഷത്തോളമാകുന്നു. എന്നാൽ നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്ന സിഗ്നലുകൾ ഭൂമിയുടെ അന്തരീക്ഷവും കടന്ന് ഇന്റർസ്റ്റെല്ലാർ സ്പേസിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റെവിടെയെങ്കിലും ഈ സിഗ്നലുകൾ തിരിച്ചറിയാൻ കഴിവുള്ള ബുദ്ധിയുള്ള ജീവികളുണ്ടെങ്കിൽ അവയ്ക്ക് എളുപ്പത്തിൽ ഭൂമിയുടെ സ്ഥാനം തിരിച്ചറിയാൻ കഴിയും. എങ്കിൽ ഈ റേഡിയോ തരംഗങ്ങൾ എത്ര ദൂരം സഞ്ചരിച്ചു കാണും? പ്രകാശവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ റേഡിയോ തരംഗങ്ങൾ ഇപ്പോൾ ചുരുങ്ങിയത് 125 പ്രകാശവർഷം ദൂരമെങ്കിലും സഞ്ചരിച്ചു കാണും. നമ്മുടെ ഗാലക്സിയുടെ വലിപ്പം എടുത്താൽ തന്നെ ഈ ദൂരം ഒരു ചെറിയ പൊട്ടിന്റെ വലിപ്പമേ ആവുന്നുള്ളൂ. ഈയൊരു ദൂരത്തിൽ ജീവന്റെ തെളിവുകളൊന്നും മനുഷ്യരുടെ ഗവേഷണങ്ങളിൽ കണ്ടെത്താനായിട്ടില്ല. റേഡിയോ തരംഗങ്ങളുടെ ഒരു പ്രശ്നം അകന്നു പോകുന്തോറും മങ്ങിപ്പോവും എന്നതാണ്. പ്രകാശം മങ്ങിപ്പോകുന്നതുപോലെ. അതുകൊണ്ട് ഈ സിഗ്നലുകൾ ഏതെങ്കിലും ബുദ്ധിവികാസമുള്ള ജീവികൾ കണ്ടെത്തുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്ങനെയാണ് നമ്മൾ അന്യഗ്രഹങ്ങളിൽ ജീവന്റെ സാന്നിധ്യം കണ്ടെത്തുന്നത്? അത് മറ്റൊരു വീഡിയോയിൽ പറയാം. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കാണോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ചെയ്യൂ.